ഞങ്ങൾ ഈ ചാനലിൻ്റെ ചർച്ച കൊണ്ടും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി ഇവിടെ കേരളത്തിൽ വളരുന്നത്. മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം വളരുന്ന പാർട്ടികൾ കേരളത്തിലുണ്ട്. അത് കുറേ മാധ്യമങ്ങളോട് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അവരുടെ നിന്ന് പിന്തുണ വേണ്ടാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങളുടെ എണ്ണം എടുത്ത് നോക്കൂ. ടെലിവിഷൻ ചാനലായിരുന്നാലും പ്രിൻ്റ് മീഡിയാസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു വിരോധമില്ല. പക്ഷേ അവരുടെ മാത്രം പിന്തുണ കൊണ്ട് അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരുകയും വികസിക്കുകയും അധികാരത്തിൽ വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 1% വോട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനവും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും. മിസ്റ്റർ ബത്തേരിയിൽ നടന്ന കോൺഗ്രസിന്റെ ക്യാമ്പ് വിലയിരുത്തിയത് 100+ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി 110 മിഷൻ 110 എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഞങ്ങൾ ആവേശത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണമുണ്ടായിരുന്നില്ല. കാരണം പ്രകടന പത്രികയാണല്ലോ ഒരു മുന്നണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 100% കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ പ്രതിപക്ഷമോ പറയട്ടെ ഇന്ന കാര്യം നടപ്പിലാക്കിയില്ല എന്ന് പ്രതിപക്ഷം പറയട്ടെ. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. റെജി ലൂക്കോസിന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് കോട്ടയത്തെ CPM ജില്ലാ സെക്രട്ടറി രഘുനാഥ് കൂടി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. റെജി ലൂക്കോസ് CPM അംഗമല്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം.